ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് കോട്ടണിൽ തന്നെ വിത്ത് ദുപ്പട്ട വെയർ ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് കാണിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾ സ്പെഷ്യലി മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇതിപ്പം ബ്ലാക്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ദുപ്പട്ട എല്ലാം വന്നിട്ട് ഇത് യോക്കിൽ ഇതേപോലെ ഒരു ഗോട്ടയുടെ വർക്ക് ഉണ്ട്. യോക്ക് പോർഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അതുപോലെ ഇതിന്റെ ദുപ്പട്ടയുടെ എൻഡിൽ ഇതേപോലെ ഈ ഒരു ബോർഡർ വെച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഭയങ്കര നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇങ്ങനെ അത്രയും ഇങ്ങനെ ദുപ്പട്ടാസ് നമുക്ക് കിട്ടാറില്ല. ഇതുണ്ട്, ഇതിന്റെ എൻഡിൽ ഇതേപോലെ 4 സൈഡ് ബോർഡർ വെച്ചിട്ടുണ്ട്. ഒരു ആഷ് ഷെയ്ഡാണ് വരുന്നത്. ഇതുപോലെ നല്ല അത്യാവശ്യം വിഡ്ത്തും ലെങ്ത്തും എല്ലാം ഉണ്ട്. അപ്പോൾ യോക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് തന്നെ യോക്കിൽ ഇതിനകത്ത് വർക്ക് ഉണ്ട്. ഇതിനകത്ത് വർക്ക് ഇല്ലാത്തൊരു മെറ്റീരിയൽ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബാത്തിക് പ്രിന്റ് വരുന്ന ഇതേപോലെ വെച്ചിട്ടുണ്ട് യോക്ക്. പിന്നെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്, കണ്ടോ 4 സൈഡ്. അത് നിങ്ങൾക്ക് സ്പെഷ്യലി നോക്കിയാലേ അറിയൂ. ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഈ ഒരു ഡിസൈൻ ആണ്. ഇതിനും ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ എല്ലാം ഇത് യോക്കിൽ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ്. നല്ല രസമാണ് അത്, കണ്ടോ ഇതുപോലെ കാണുന്നുണ്ടോ. ഫുള്ളൊരു സ്ക്വയർ ഷേപ്പ് വെച്ചിട്ട് ഇതുപോലെ നടുവിൽ ക്രോഷിയോടെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. 4 സൈഡ് കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ ഈ വർക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെ നല്ല മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കാണ്. നല്ല ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് ഇത് വരുന്നത്. പ്രിന്റ് വന്നിട്ട് ഇതുപോലെ ക്രോഷിയോ ലേസ് എൻഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിനും ദുപ്പട്ടയുണ്ട്, ഞാൻ കാണിച്ചു തരാം. പെയർ ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ കുറച്ച് വലിയ ഡിസൈനാണ്. ടോപ്പ് വരുന്ന വലിയ ഡിസൈൻ ബ്ലാക്ക് തന്നെ. ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഇതുപോലെ ചെറിയ ഡിസൈൻ വരുന്ന ബോർഡറൊക്കെ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നേരത്തെ ഞാൻ വെയർ ചെയ്തത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ചെറിയ പ്രിന്റ് വരുന്ന കുറച്ചും കൂടെ ഇതാണ്. ഇതിന്റെ യോക്കിൽ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഒരു ലീഫിന്റെ പോലെ ഡിസൈൻ വന്നിട്ട് ചെറിയ സീക്വൻസും കട്ട് ബീഡ്സും ഉണ്ട്. കണ്ടോ ഗോട്ടയുടെ അല്ല കേട്ടോ, സിൽവർ കളർ ത്രെഡാണത്. ഗോട്ട ഇവിടെയാണ് കൊടുത്തേക്കുന്നത് സ്ക്വയർ ആയിട്ട്. എൻഡിലോട്ടും കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ എൻഡിലും ഉണ്ട്, കണ്ടോ. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. ഇത് വിത്തൗട്ട് ലൈൻ തന്നെ ചെയ്തേക്കുന്ന ഇതിന്റെ ഞാനിപ്പം ഇത് ടോപ്പ് ദുപ്പട്ടയാണ്. ഞാനിപ്പോൾ ബോട്ടം ഇത് പെയർ ചെയ്തേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് പറയണം. ബോട്ടം ഇതുപോലെ ലേസ് ഒക്കെ എൻഡിൽ വെച്ച് തരണമെങ്കിൽ സ്പെഷ്യലായിട്ട് പറയണം കേട്ടോ. നോർമൽ പ്ലെയിൻ വൈറ്റ് ബോട്ടം വേണമെങ്കിലും പറയണം. പിന്നെ ദുപ്പട്ടയുടെ സ്പെഷ്യലായിട്ട് പറഞ്ഞായിട്ട് ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അയൺ ചെയ്യുമ്പോഴാണ്, സ്റ്റീം അയൺ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഓരോ ഡിസൈൻസും ഇതിങ്ങനെ ടൈ ആൻഡ് ഡൈ ചെയ്ത് വരുന്നത്. കണ്ടോ ഇതുപോലെ ആ പ്രിന്റ് നമുക്ക് വലുതായിട്ട് ഇങ്ങനെ വരണമെങ്കിൽ ഇത് നല്ല സ്ട്രെച്ച് ചെയ്ത് അയൺ ചെയ്തെടുക്കണം. ഇതിന്റെ താഴോട്ടൊക്കെ ഉള്ള ഡിസൈൻസ് ഒക്കെ ശരിക്കും നല്ല വിഡ്ത്തും ലെങ്ത്തിലോട്ടും വരും. കണ്ടോ ഇതിപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ഉണ്ട്. രണ്ടിൽ ഇതേപോലെ ഒരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്ലോത്ത് കൊണ്ടുള്ള. അപ്പം ഇതാണ് പ്യുവർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇത് പ്യുവർ ബാത്തിക് പ്രിന്റ് വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക്